ഫോറസ്റ്റുകാരും കച്ചവടക്കാരും ചേർന്ന് ഇടുക്കിയിൽ ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലെ മണിയാറൻകുടി സെറ്റിൽമെന്റ് ഏരിയയിൽ നിന്നും ജോയ് എന്ന തടിക്കച്ചവടക്കാരൻ വിളിച്ചത് കേൾക്കുക. ഫോറസ്റ്റുകാരും കച്ചവടക്കാരും ചേർന്ന് സഖ്യമുണ്ടാക്കി പട്ടയമുള്ള സ്ഥലങ്ങളിൽ നിന്നും പട്ടയമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും സെറ്റിൽമെന്റ് ഏരിയകളിൽ നിന്നും വലിയ തോതിൽ മരുത്, തേക്ക് ഉൾപ്പെടെയുള്ള തടികൾ മുറിച്ച് കടത്തുന്നതായി വെളിപ്പെടുത്തുകയാണ് തടിപ്പണിക്കാരനായ ജോയ്. കോട്ടയം DFO ഓഫീസിൽ ഈ വിവരങ്ങൾ അറിയിച്ചിട്ടും അവർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നും ജോയ് പറയുന്നു. വയനാട് മുട്ടിൽ ഉൾപ്പെടെയുള്ള പട്ടയഭൂമികളിൽ നിന്ന് തേക്ക്, ഈട്ടി ഉൾപ്പെടെയുള്ള 300-400 വർഷം പഴക്കമുള്ള രാജകീയ വൃക്ഷങ്ങൾ വലിയ തോതിൽ മുറിച്ചു കടത്തിയ അഗസ്റ്റിൻ ബ്രദേഴ്സ് എന്ന തീവട്ടിക്കൊള്ള ക്രിമിനലുകൾ ഇന്ന് റിപ്പോർട്ടർ എന്ന ചാനലിന്റെ മുതലാളിമാരായി വാഴുന്ന നാടാണ് ഇതെന്ന് ഓർക്കണം. വനനിബിഡമായ ഇടുക്കിയിൽ മുൻപ് വേനൽക്കാലങ്ങളിൽ പോലും നല്ല തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു. ഇന്നിപ്പോൾ താപനില 37-38 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ സാന്നിധ്യവും ഉയർന്ന തോതിൽ ഇവിടെയുണ്ട്. സൂര്യാഘാതമേറ്റ് ആളുകൾ മരിക്കുന്ന അവസ്ഥ പോലും ഇവിടെ ഉണ്ടായിരിക്കുന്നു. വനത്തെയും മരങ്ങളെയും സംരക്ഷിക്കേണ്ടുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയെക്കുറിച്ച് ജോയ് പറയുന്നത് കേൾക്കുക. ഹലോ സാറേ, ഞാൻ ഇടുക്കിയിൽ എന്റെ പേര് ജോയി, ഞാൻ തടിപ്പണിക്കാരനാകും. ഞാനിപ്പം കാലൊക്കെ മുറിഞ്ഞ് ഒക്കെ ഇരിക്കുക. നമ്മുടെ ഇവിടെ ഈ ഫോറസ്റ്റുകാരും കച്ചവടക്കാരുമായിട്ട് ഭയങ്കര ഡീലിൽ ഭയങ്കര മരമറ്റാണല്ലോ. എവിടെയാണ്? ഇടുക്കി ജില്ലയിലോ? ആരൊക്കെ തമ്മിൽ ഡീല്? കച്ചവടക്കാരും ഫോറസ്റ്റുകാരും. ഇത് ഇടുക്കി നഗരംപാറ റേഞ്ചില്. നഗരംപാറ റേഞ്ച് ഇടുക്കി കളക്ടറേറ്റില്ലേ, കളക്ടറേറ്റിന്റെ അടുത്ത് തന്നെ, ജില്ലയുടെ ആസ്ഥാനം തന്നെ. ആ ഭാഗത്ത് എന്തൊക്കെ മരങ്ങളാണ് വെട്ടുന്നേ? എല്ലാ മരം വെട്ടുണ്ട്. അവരുടെ ഇതില് 20 ഐറ്റം മരം വെട്ടാന്ന് അവര് ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തേക്കണേ ഫോറസ്റ്റുകാർ. അത് തെങ്ങ്, കവുങ്ങ്, പ്ലാവ്, ജാതി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം. പക്ഷെ വെട്ടിപ്പോണത് മൊത്തം വൻ മരങ്ങളാണ്. എന്തൊക്കെ മരങ്ങള്? മരുത്, തേക്ക്, അങ്ങനെയുള്ള എല്ലാം. ഈട്ടിയില്ല നമ്മുടെ ഇവിടെ, മേളിലെല്ലാം അങ്ങനെ ഈട്ടിയില്ല. മരുതും തേക്കുമാണ് കൂടുതൽ ഇതിന്റെ മറവില്. അന്നേരം ഇത് കച്ചവടക്കാരും ഈ ഫോറസ്റ്റുകാരും ഒത്തുകൊണ്ടാണോ? ഫോറസ്റ്റുകാരും കച്ചവടക്കാരുമായിട്ട് അസോസിയേഷന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെക്കും. ഗ്രൂപ്പോ? കച്ചവടക്കാരെ. അതിന്റെ അകത്തേക്ക് ഒരു സമ്മതപത്രമൊന്നും പറഞ്ഞുകൊണ്ട് അവര് ലിസ്റ്റ് കൊടുത്തേക്കണം. മരത്തിന്റെ ലിസ്റ്റ് എഴുതി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ചെറുവണ്ടിക്ക് ഒരു ലോഡ് കയറാൻ 1000 രൂപ, ഫോറസ്റ്റുകാർക്ക്, ഓഫീസർക്ക് 300 രൂപ, സ്ക്വാഡുകാർക്ക് ചെറുവണ്ടിക്ക് 1000 രൂപ വെച്ചാണ് അവർ പൈസ മേടിക്കുന്നത്. വലിയ വണ്ടിക്ക് 2000-ഉം 500-ഉം ഒക്കെ രീതിക്കാണ് പൈസ മേടിക്കുന്നത്. അത് ഈ പനംകുട്ടി ചെക്ക് പോസ്റ്റിന്റെ അവിടെ ചെല്ലുമ്പോൾ കനമരം കൂടുതലുണ്ടെങ്കിൽ ചെക്ക് പോസ്റ്റിൽ ഇരിക്കണവർക്ക് അല്ലെങ്കിൽ 400 രൂപയാണ് പടി, അല്ലാതെ 500 രൂപ കൊടുത്തേച്ചു പോകും. അപ്പൊ അവിടെ പ്രശ്നമില്ല. തലക്കോടി ചെക്ക് പോസ്റ്റ് ചെല്ലുമ്പോൾ പനംകുട്ടിയിൽ നിന്ന് കടത്തി വിട്ടതായതുകൊണ്ട് തലക്കോടി ചെക്ക് പോസ്റ്റുകാരൻ കടത്തി വിടും. അങ്ങനെയാണ് ഇവിടെ നടത്തം. ഈ തടി വെട്ടി കടത്തി എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? പെരുമ്പാവൂര്. ഒരു മാസത്തിൽ പോകുമ്പോൾ എങ്ങനെ പോയാലും ഒരു 10-40 ലോഡ് മേളിൽ നമ്മുടെ ഈ നഗരംപാറ റേഞ്ചിന്റെ മൊത്തം എന്ന് പറയാൻ പറ്റില്ല. ഒരു ഏരിയയിൽ നിന്ന് വേറെ പോയിട്ടുണ്ട്. തടിയമ്പാറക്കരെ, കഞ്ഞിക്കുഴി, ആ മേഖലയിൽ നിന്നൊക്കെ വേറെ പോകണം. ഇത് വീട്ടുകാരികളിൽ നിന്നാണ് ഇവർ പോയി ഇത് തടിയെടുക്കുന്നത്? പറമ്പിൽ നിന്ന് പട്ടയം ഉള്ളതും പട്ടയം ഇല്ലാത്തതും സെറ്റിൽമെന്റ് ഏരിയ, മണിയാറൻകുടിയൊക്കെ സെറ്റിൽമെന്റ് ഏരിയ മൊത്തം വെട്ടി വിളിപ്പിച്ചു. ഇത് പറമ്പില് ഇത് ആളുകൾ അടങ്കൽ കൊടുക്കുവാണ് ഇവർക്ക്? മരം കച്ചവടക്കാർക്ക് കൊടുക്കുക. മരം അവര് 1,00,000 രൂപ മുതൽ 50 രൂപ പറയും, 50 രൂപയ്ക്ക് മേടിക്കും. ബാക്കി ഫോറസ്റ്റുകാർക്കും സ്ക്വാഡുകാർക്കും ഒക്കെ ഉദ്യോഗസ്ഥന്മാർക്കും കൊടുത്ത് കയറി പോവാണ്. ഇവിടെയുള്ള കച്ചവടക്കാരാ കൂടുതൽ ആ മേഖലയിൽ വന്ന് ഈ തടിയെടുക്കുന്നത്? കച്ചവടക്കാര് ഈ മേഖലയിലുള്ള കച്ചവടക്കാർ തന്നെയാണ്. ഈ ആളുകൾ തടി വെറ്റി വിൽക്കുന്നത് ഇപ്പൊ എന്താ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം കൊണ്ടോ അതോ എന്താ, അതോ മഴ വരുന്നതിന് മുമ്പ് വെട്ടി ഇതാക്കുന്നു, എന്തോ അതിന്റെ? ഇത് സ്ഥിരമുള്ള പരിപാടിയാണ് ഈ മേഖലയിൽ മൊത്തം. സെറ്റിൽമെന്റ് ഏരിയയിലും മൊത്തം ഈ കച്ചവടക്കാരുണ്ട്. പറമ്പുകാരനെ കിട്ടണം മതി, ആ രീതിക്ക് പറമ്പുകാരൻ കൊടുക്കും. ഇപ്പൊ ഇടുക്കി ജില്ലയിലൊക്കെ ഇപ്പൊ UV റേഷ്യോ കണ്ടോ? ഇപ്പൊ വളരെ കൂടുതലാണ്. അതുപോലെ നാട്ടുപുറത്തെക്കാരും ഭയങ്കര ചൂടാണ് ഇപ്പൊ. ഇതുപോലെ മരങ്ങളെല്ലാം വെട്ടി വെളുപ്പിച്ചതുകൊണ്ടാണോ? അതെ, മരം എന്ന് പറയാൻ ഇല്ലാതെ വരുക, വെച്ചു പിടിപ്പിക്കുന്നില്ലയോ. പിന്നെ DFO ഓഫീസിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പം പുള്ളി അവര് നല്ല മറുപടി അല്ല പറഞ്ഞു. കുറച്ച് നേരം ഉണ്ടാക്കി ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പൈസ അവര് മേടിക്കാറുണ്ടോ എന്നൊക്കെ എന്നോട്. ഫോറസ്റ്റുകാരുടെ ഈ വിവരം ഏത് ഓഫീസിലാണ് വിളിച്ച് പറഞ്ഞത്? ഞാൻ കോട്ടയം DFOയുടെ ഓഫീസിൽ. അന്നേരം DFO എന്ന് പറഞ്ഞു നിങ്ങളെ വഴക്ക് പറഞ്ഞു? നിങ്ങൾ നിങ്ങളുടെ പരിപാടി നോക്കാൻ പറഞ്ഞോ?
പുള്ളി ഫോറസ്റ്റുകാർ പൈസ മേടിക്കണുണ്ടോ അതിന്, എത്ര രൂപ വെച്ചാൽ മേടിക്കണം? ഞാൻ പറഞ്ഞ സാറേ നമുക്കറിയാം ഒരു ലോഡിന് ഇത്ര രൂപ വെച്ചാൽ മേടിക്കണേ, അങ്ങനെയൊന്നും മേടിക്കുകയില്ല എന്ന് പുള്ളിയാണ്. ഞാൻ പറഞ്ഞു അല്ല, ഇത് ഞാൻ കൊടുക്കണേ കേട്ടതുകൊണ്ട് നമുക്ക് അറിയുകയും ചെയ്യാം എന്ന് താങ്കൾ ഈ കൊടുക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. താങ്കളുടെ കൃത്യമായി കണ്ടതിന്റെ ഉത്തമ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത്. അതെ. തടിക്കച്ചവടക്കാര് താങ്കളെ ഭീഷണിപ്പെടുത്തത്തില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നറിഞ്ഞാൽ? തടിക്കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ ഈ മരത്തേനൊക്കെ വീണ് കച്ചവടക്കാരെ കുറിച്ച് പണികൊണ്ട് നടന്നപ്പോൾ മരത്തേനൊക്കെ വീണിട്ട് നമുക്ക് ആരും ഒരു ഉപകാരമൊന്നും ചെയ്തൊന്നുമില്ല. ഞാനൊരു 5-8 മാസം ഞാൻ കിടന്നോ. ഞാൻ 10-20 വർഷം ഞാൻ പണിയെടുത്ത മുതലാളിമാരാണ് ഇവിടെ മൊത്തത്തിലുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.